എല്ലാവർക്കും നമസ്കാരം. പ്ലസ് വൺ അക്കൗണ്ടൻസി ഫോക്കസ് ഏരിയയിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, അതായത് തിയറി പാർട്ട് എന്ന് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. 15 മാർക്കോളം എന്തായാലും ഷുവറാക്കാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ, ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ. അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ്റെ ക്വാളിറ്റേറ്റീവായ ക്യാരക്ടേഴ്സ് എന്തൊക്കെ? 4 പോയിൻറ്റ്സുകൾ പഠിച്ചാൽ മതി. ആദ്യത്തെ പോയിൻറ്റ് റിലയബിലിറ്റി, രണ്ടാമത്തെ റെലവൻസ്, മൂന്നാമത്തെ അണ്ടർസ്റ്റാൻഡബിലിറ്റി, നാലാമത്തെ കമ്പാരബിലിറ്റി. റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഒരു വിശ്വാസ്യത. റെലവൻസ് എന്ന് പറഞ്ഞാൽ അതിന് ഒരു റെലവൻ്റ് ആയിരിക്കണം, അതുപോലെ കൃത്യസമയത്ത് ലഭിക്കുന്ന അവൈലബിൾ ടൈം ആയിരിക്കണം. അതാണ് റെലവൻസ്. ഇനി മൂന്നാമത്തെ പോയിൻറ്റ് അണ്ടർസ്റ്റാൻഡബിലിറ്റി, അതായത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന, ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ളതായിരിക്കണം ഈ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ. അതുപോലെ തന്നെ കമ്പാരബിലിറ്റി, നമുക്ക് മറ്റൊരു ഫേമുമായിട്ട് കമ്പയർ ചെയ്യാൻ സാധിക്കണം. അപ്പോൾ 4 പോയിൻ്റാണ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് വരുന്നത്: റിലയബിലിറ്റി, റെലവൻസ്, അണ്ടർസ്റ്റാൻഡബിലിറ്റി, കമ്പാരബിലിറ്റി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ്. 4 പോയിൻറ്റുകൾ പഠിച്ചാൽ മതി. ആദ്യത്തെ പോയിൻറ്റ്, മെയിൻ്റെനൻസ് ഓഫ് റെക്കോർഡ്സ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ, അതായത് ഒരു ബിസിനസ്സിൻ്റെ എല്ലാ റെക്കോർഡ്സുകളും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടേയിരിക്കുക, എല്ലാ അക്കൗണ്ടിങ്ങായിട്ട് വരുന്ന റെക്കോർഡുകൾ. അതുപോലെ തന്നെ കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്, അതായത് ബിസിനസ്സിന് ലാഭം ഉണ്ടായോ നഷ്ടമുണ്ടായോ എന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി മൂന്നാമത്തെ പോയിൻറ്റ്, ഡെപിക്ഷൻ ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷൻ, ഒരു ബിസിനസ്സിൻ്റെ സാമ്പത്തിക നില പരിശോധിക്കുന്നു. ഇനി നാലാമത്തെ, പ്രൊവൈഡിങ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ ടു ഇറ്റ്സ് യൂസേഴ്സ്, അതായത് ഇതിൻ്റെ യൂസേഴ്സിന്, ഉപയോക്താക്കൾക്ക് ഈ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ കൊടുക്കുക. അപ്പോൾ 4 പോയിൻറ്റുകളാണ് അക്കൗണ്ടിങ്ങിന് ഒബ്ജക്റ്റീവായിട്ട് വരുന്നത്: മെയിൻ്റെനൻസ് ഓഫ് റെക്കോർഡ്സ്, കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഡെപിക്ഷൻ ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷൻ, പ്രൊവൈഡിങ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ ടു യൂസേഴ്സ്. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ പഠിക്കുക. 4 മാർക്ക് ഉറപ്പാക്കാൻ പറ്റുന്നതാണ്. ഈ 2 ചോദ്യങ്ങൾ പഠിച്ചാൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഷുവറായിട്ടും ചോദിക്കുന്നതാണ്. അടുത്തതായിട്ട് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യനാണ് ബേസിക് അക്കൗണ്ടിങ് കൺസെപ്റ്റ്, അതായത് അക്കൗണ്ടിങ്ങിൻ്റെ കൺസെപ്റ്റുകൾ. 7 കൺസെപ്റ്റുകളാണ് നമുക്ക് ഫോക്കസ് ഏരിയയിൽ തന്നിരിക്കുന്നത്. ഇതിൽ നിന്നും ഒരു 2 കൺസെപ്റ്റുകൾ പരീക്ഷയ്ക്ക് 4 മാർക്കിനായിട്ട് ചോദിക്കും, ഓരോന്നിനും 2 മാർക്ക് വീതം വെച്ചിട്ട്. അപ്പോൾ നമ്മൾ എല്ലാ കൺസെപ്റ്റും നല്ല രീതിയിൽ പഠിച്ചാൽ നിങ്ങൾക്ക് 4 മാർക്ക് ഷുവറാക്കാൻ പറ്റുന്നതാണ്. ആദ്യത്തെ കൺസെപ്റ്റ് എന്താണ്? ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്, അതായത് ബിസിനസ് എന്ന് പറയുന്നത് ഓണേഴ്സിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു എൻറ്റിറ്റിയാണ്. ബിസിനസ്സും ഓണേഴ്സും സെപ്പറേറ്റ് ആണെന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. അതൊക്കെ. ഇനി രണ്ടാമത്തെ കൺസെപ്റ്റ് ഏതാണ്? മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ്. എന്താണ്? ബിസിനസ്സിൽ റെക്കോർഡ് ചെയ്യുന്ന എല്ലാ ട്രാൻസാക്ഷനും മണിയുടെ ടേംസിലുണ്ടായിരിക്കണം, അതായത് പൈസയുടെ ടേംസിലുണ്ടായിരിക്കുന്ന ഇത് റെക്കോർഡ്സിന് മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യൂ, അല്ലാതെ ഒരു ട്രാൻസാക്ഷനെയും ബിസിനസ്സിൽ റെക്കോർഡ് ചെയ്യില്ല. അതാണ് മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ്. ദ കൺസെപ്റ്റ് ഓഫ് മണി മെഷർമെൻറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ഓൺലി ദോസ് ട്രാൻസാക്ഷൻ ആൻഡ് ഹാപ്പനിങ്സ് ഇൻ ആൻ ഓർഗനൈസേഷൻ വിച്ച് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മണി ആർ ടു ബി റെക്കോർഡഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. അതല്ല, അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യുന്നത് എല്ലാം ഇൻ ടേംസ് ഓഫ് മണിയുള്ള ട്രാൻസാക്ഷൻ ആയിരിക്കണം. ഇനി അടുത്തൊരു കൺസെപ്റ്റ്, ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്, അതായത് ഫേം വുഡ് കണ്ടിന്യൂ ടു ക്യാരി ഔട്ട് ഇറ്റ്സ് ഓപ്പറേഷൻസ് ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. ഒരു ബിസിനസ് എന്ന് പറയുന്ന ഒരു വലിയൊരു കാലയളവിലേക്ക് അതിൻ്റെ പീരീഡ്, അതായത് ബിസിനസ്സിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ടായിരിക്കുമെന്നാണ് ഈ ഒരു ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് പ്രകാരം പറയുന്നത്. പെട്ടെന്നൊന്നും ബിസിനസ് അവസാനിക്കില്ല എന്നാണ് പറയുന്നത്. ഇനി അടുത്തൊരു കൺസെപ്റ്റ്, അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ്. അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയുന്നത് എന്താണ്? പീരീഡ് ഓഫ് ഇൻ്റർവൽ ബിഫോർ വിച്ച് അക്കൗണ്ട്സ് ആർ പ്രിപ്പയർഡ് ടു നോ പ്രോഫിറ്റ് ഓർ ലോസ്, അതായത് ഒരു ബിസിനസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു കാലയളവിലേക്ക്, അതായത് ഒരു വർഷത്തേക്ക് പ്രോഫിറ്റ് എത്രയുണ്ടായി, ലോസ് എത്രയുണ്ടായി എന്നറിയാൻ വേണ്ടിയിട്ട് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. അപ്പോൾ ആ ഒരു പീരീഡ് തന്നെയാണ് അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു കൺസെപ്റ്റ്, ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ്, അതായത് ഡ്യുവാലിറ്റി, അതായത് ബിസിനസ്സിൽ റെക്കോർഡ് ചെയ്യുന്ന ഓരോ ട്രാൻസാക്ഷനും 2 ഫോൾഡ് ഇഫക്റ്റ് ഉണ്ടാകും, അതായത് 2 തരത്തിലുള്ള ഇഫക്റ്റ് ഉണ്ടായിരിക്കും. അതാണ്, അതായത് ഒരു ഡെബിറ്റ് ഉണ്ടാവും, ഒരു ക്രെഡിറ്റ് ഉണ്ടാവും. അതാണ് ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇതിന് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇക്വേഷനാണ് അസറ്റ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. ഇനി അടുത്തൊരു കൺസെപ്റ്റ്, മാച്ചിങ് കൺസെപ്റ്റ്. മാച്ചിങ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിലുണ്ടാകുന്ന ഒരു കാലയളവിലുണ്ടാകുന്ന എക്സ്പെൻസ് റവന്യൂ ആയിട്ട് മാച്ച് ചെയ്യണം, അതായത് എക്സ്പെൻസ് റവന്യൂ തമ്മിൽ പരസ്പരം മാച്ച് ചെയ്യണമെന്നാണ് മാച്ചിങ് കൺസെപ്റ്റ് പ്രകാരം പറയുന്നത്. എത്ര എക്സ്പെൻസ് ഉണ്ടായി, എത്ര റവന്യൂ ഉണ്ടായിരുന്നത് നമ്മൾ നോക്കേണ്ടതാണ്. അതാണ് ഈ മാച്ചിങ് കൺസെപ്റ്റ്. അപ്പോൾ അടുത്തതായിട്ട് വരുന്ന ഒരു കൺസെപ്റ്റ് ഏതാണ്? കൺസർവേറ്റിസം. കൺസർവേറ്റിസം എന്ന് പറഞ്ഞാൽ പ്രൊഡൻസ് എന്നും ഇതിനർത്ഥമുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഓൾ ആൻറ്റിസിപ്പേറ്റഡ് ലോസസ് ഷുഡ് ബി അക്കൗണ്ടഡ് ഫോർ ബട്ട് ഓൾ അൺറിയലൈസ്ഡ് ഗെയിൻസ് ഷുഡ് ബി ഇഗ്നോർഡ്. അതായത് ഭാവിയിൽ നിൽക്കാൻ പോകുന്ന എല്ലാ ലോസുകളും നമ്മൾ ഇപ്പോൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കേണ്ടതാണ്, റെക്കോർഡ് ചെയ്ത് വെക്കേണ്ടതാണ്. എന്നാൽ ഭാവിയിൽ ഉണ്ടാകുന്ന പ്രോഫിറ്റുകളൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. അതായത് ഭാവിയിൽ നമുക്ക് എന്തെങ്കിലും ലോസ് ഉണ്ടെങ്കിൽ അതിപ്പോൾ തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്യണം. എന്നാൽ ഭാവിയിൽ എന്തെങ്കിലും പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ഇപ്പോൾ തന്നെ നോക്കേണ്ട ആവശ്യമില്ല. അതാണ് ഓൾ ആൻറ്റിസിപ്പേറ്റഡ് ലോസസ് ഷുഡ് ബി അക്കൗണ്ടഡ്. അതായത് ഇനി ആൻറ്റിസിപ്പേറ്റഡ് ഭാവിയിൽ വരുന്ന എല്ലാ ലോസുകളും നമ്മൾ റെക്കോർഡ് ചെയ്യണം. അതാണ് കൺസർവേറ്റിസം കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കൺസെപ്റ്റ് നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക. ഒരു 4-5 മാർക്കിനുള്ള ചോദ്യങ്ങൾ ചിലപ്പോൾ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തതായിട്ട് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യനാണ് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ജേണൽ ആൻഡ് ലെഡ്ജർ. ജേണലും ലെഡ്ജറും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്? ഒരു 5 പോയിൻറ്റുകളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ആദ്യത്തെ പോയിൻറ്റ്,
ജേണൽ എന്ന് പറഞ്ഞാൽ ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രിയാണ്. ലെഡ്ജർ എന്ന് പറഞ്ഞാൽ ബുക്സ് ഓഫ് സെക്കൻഡറി എൻട്രിയാണ്. ജേണൽ എന്ന് പറഞ്ഞാൽ ക്രോണോളജിക്കൽ ഓർഡർ, അതായത് ഡേറ്റ് വൈസ് ആയിട്ടാണ്. നല്ല ലെഡ്ജർ എന്ന് പറഞ്ഞാൽ ഒരു അനാലിറ്റിക്കൽ ഓരോ ഗ്രൂപ്പ് വൈസ് ആയിട്ടാണ് ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുന്നത്. ജേണൽ എന്ന് പറഞ്ഞാൽ ബുക്സ് ഓഫ് സോഴ്സ് ഓഫ് എൻട്രി ആൻഡ് ലീഗൽ എവിഡൻസ്. ജേണലിന് ഒരു ലീഗൽ എവിഡൻസ് ഉണ്ട്, എന്നാൽ ലെഡ്ജറിന് ഒരു ലീഗലായിട്ടുള്ള എവിഡൻസ് ഇല്ല. അതായത് ജേണൽ നമ്മൾ ഇൻവോയ്സ് ഒക്കെ വെച്ചിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ലെഡ്ജർ ഒരു ലീഗലായിട്ടുള്ള ഒരു എവിഡൻസ് ഇല്ല. ജേണൽ എന്ന് പറഞ്ഞാൽ ട്രാൻസാക്ഷൻ ഇസ് എ ബേസ് ഫോർ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ ഇൻ ടു ജേണൽ. അതായത് ട്രാൻസാക്ഷൻ്റെ ബേസിലാണ് ജേണൽ പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് ഓരോ ട്രാൻസാക്ഷൻ നടന്നാൽ അതിൻ്റെ ബേസിലാണ് ഓരോ ജേണൽ എൻട്രിയും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. എന്നാൽ ലെഡ്ജർ എന്ന് പറഞ്ഞാൽ അക്കൗണ്ട് ഇസ് എ ബേസ് ഫോർ ക്ലാസിഫിക്കേഷൻ ഓഫ് ലെഡ്ജർ. അക്കൗണ്ടാണ് ലെഡ്ജറിൻ്റെ ബേസ് എന്ന് പറയുന്നത്. ഇനി ജേണൽ എന്ന് പറഞ്ഞാൽ റെക്കോർഡിംഗ് ജേർണലിസ്റ്റ് ജേർണലൈസിങ്. ഇപ്പോൾ ജേണൽ ചെയ്യുന്ന നമ്മൾ ആ പ്രോസസ്സിനെ നമ്മൾ ജേർണലൈസിങ് എന്ന് പറയും. അപ്പോൾ ലെഡ്ജർ ചെയ്യുന്ന ആ പ്രോസസ്സിനെ നമ്മൾ എന്ന് പറയും പോസ്റ്റിംഗ് എന്ന് പറയും. അപ്പോൾ 5 പോയിൻറ്റ്സ് ആണ്. ആദ്യത്തെ ഒറിജിനൽ എൻട്രി, സെക്കൻഡ് എൻട്രി, ക്രോണോളജിക്കൽ ഓർഡർ, അതുപോലെ അനലിറ്റിക്കൽ റെക്കോർഡ്. അതുപോലെ മൂന്നാമത്തെ പോയിൻ്റ് വരുന്നത് ബുക്സ് ഓഫ് സോഴ്സ് എൻട്രി ആൻഡ് ലീഗൽ എവിഡൻസ്. ലെഡ്ജർ എന്ന് പറഞ്ഞാൽ നോ ലീഗൽ എവിഡൻസ്. ജേണൽ എന്ന് പറഞ്ഞാൽ ട്രാൻസാക്ഷൻ ഇസ് എ ബേസ്. ലെഡ്ജർ എന്ന് പറഞ്ഞാൽ അക്കൗണ്ട് ഇസ് എ ബേസ്. ജേണൽ എന്ന് പറഞ്ഞാൽ റെക്കോർഡിംഗ് ജേർണലിസ്റ്റ് ജേർണലൈസിങ്. ലെഡ്ജറിൻ്റെ റെക്കോർഡ് ചെയ്യുന്നത് പോസ്റ്റിംഗ്. 5 പോയിൻ്റ് നല്ല രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുക. അടുത്തൊരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രിപ്പയറിംഗ് ട്രയൽ ബാലൻസ്. മോഡൽ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്, പബ്ലിക് എക്സാമിന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ക്വസ്റ്റ്യനുമാണ്. ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രിപ്പയറിംഗ് ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ ട്രയൽ ബാലൻസ് എന്തിനൊക്കെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ആദ്യത്തെ ഒരു പോയിന്റ്, 2 അസൈറ്റിൻ്റെ അരിത്തമെറ്റിക്കൽ അക്വയറൻസ് ഓഫ് ലെഡ്ജർ അക്കൗണ്ട്സ്. അതായത് നമ്മൾ ലെഡ്ജർ പ്രിപ്പയർ ചെയ്തതിന് ശേഷമാണ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ലെഡ്ജറിൽ എത്രമാത്രം ശരിയുണ്ടെന്ന് കൃത്യതയുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. അതുപോലെ ടു ഹെൽപ്പ് ഇൻ ലൊക്കേറ്റിംഗ് എറേഴ്സ്, അതുപോലെ എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ലൊക്കേറ്റ് ചെയ്യാൻ. അതുപോലെ ടു ഹെൽപ്പ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അതായത് ട്രയൽ ബാലൻസ് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ട്, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. അപ്പോൾ അത് ഒക്കെ പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു ബേസ് ആയിട്ടാണ് ട്രയൽ ബാലൻസും കൂടി എടുക്കുന്നത്. അപ്പോൾ 3 പോയിന്റുകളാണ് പഠിക്കേണ്ടത്. ഒന്ന് അരിത്തമെറ്റിക്കൽ അക്വയറൻസി ചെക്ക് ചെയ്യാൻ, അതുപോലെ എറർ ഉണ്ടോ എന്ന് ലൊക്കേറ്റ് ചെയ്യാൻ, അതുപോലെ ഫൈനൽ അക്കൗണ്ട്സൊക്കെ പ്രിപ്പയർ ചെയ്യാനും. അപ്പോൾ ഈ 3 പോയിൻറ്റ്സുകൾ പഠിക്കാൻ ശ്രമിക്കുക.